ബൈബിൾ ടിവിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഹിസ്റ്ററി ഓഫ് ചർച്ചസ് എന്ന പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. വിശുദ്ധ അൽഫോൺസാമ്മയുടെ മാതൃദേവാലയം കൂടിയാണ് ഈ പുണ്യപുരാതനമായ ദേവാലയം. ദിവസവും നിരവധി ആളുകളാണ് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനും മറ്റുമായി കടന്നു വരുന്നത്. AD 1125 ഈ ദേവാലയം ആദ്യമായി സ്ഥാപിക്കുന്നത്. അന്ന് ചെമ്പകശ്ശേരി രാജകുടുംബം നിർമ്മിച്ചു കൊടുത്ത പഴയ ദേവാലയമാണ് ഇത്. അന്ന് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന പുരാതന ശിലാലിഖിതമാണ് ഇത്. വിശുദ്ധ അൽഫോൺസാമ്മയെ മാമോദിസ മുഖ്യ തൊട്ടിയും ഇവിടെയുണ്ട്. അതിനുശേഷം നിർമ്മിച്ച പുതിയ ദേവാലയമാണ് ഇത്. സീറോ മലബാർ സഭയുടെ പുരാതന ദേവാലയങ്ങളിലൊന്നാണ് ഈ ദേവാലയം. കടന്നു വരുന്ന ആളുകൾക്കായി ഈ ദേവാലയം ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശത്തൂടെ കടന്നു പോകുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദേവാലയം സന്ദർശിക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കും. സെൻറ്റ് അൽഫോൺസ മ്യൂസിയം. ഇനി നമുക്ക് ഈ പള്ളിയുടെ ചരിത്രം പരിശോധിക്കാം. സീറോ മലബാർ സഭയുടെ മധ്യ തിരുവിതാംകൂറിലെ പുരാതനമായ ദേവാലയങ്ങളിലൊന്നാണ് ഇത്. 450 പരം വർഷങ്ങൾ പഴക്കമുള്ളതും പച്ചിലക്കൂട്ടയുടെ മാത്രം ഉപയോഗിച്ച് പലകയിൽ വരച്ചതുമായ മാതാവിൻ്റെ ചിത്രം ഈ ദേവാലയ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 1599 നടത്തപ്പെട്ട ഉദയംപേരൂർ സുനകദോസിൽ കുടമാളൂർ പള്ളി പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. 1890-91 കാലഘട്ടത്തിൽ കോട്ടയം വികാരിയത്തിൻ്റെ രൂപതാ കോടതി കുടമാളൂർ പള്ളി മേടയിലായിരുന്നു. 1787 ഫെബ്രുവരി 1 നടന്ന അങ്കമാലി യോഗത്തിൽ ഈ ഇടവകയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. കോട്ടയം വികാരിയത്തിൻ്റെ ആദ്യ വികാരി ജനറൽ നിതിയേക്കൽ മാണിക്കത്തനാർ തൻ്റെ ആസ്ഥാനമാക്കി കുടമാളൂർ പള്ളി തിരഞ്ഞെടുത്തു. 1910 ഓഗസ്റ്റ് 27 ഭാരതത്തിൻ്റെ ആദ്യ വിശുദ്ധ അൽഫോൺസാമ്മ ബഹുമാനപ്പെട്ട ചക്കാലി യൗസേഫ് കത്തനാടിൽ നിന്നും ഈ ദേവാലയത്തിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചു. 2009 മെയ് 20 കുടമാളൂർ പള്ളിയെ തീർത്ഥാടന കേന്ദ്രമാക്കി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2020 സെപ്റ്റംബർ 13 കുടമാളൂർ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പിക്കൽ ദേവാലയമായി ഉയർത്തി. കറുനേർച്ച, പാളയം കയറും നേർച്ച, നീന്തു നേർച്ച, വെള്ളിയാഴ്ച ആചരണം, അത്ഭുത ജപമാല പ്രദക്ഷിണം തുടങ്ങിയവയാണ് ഈ ദേവാലയ പ്രധാന വഴിപാടുകൾ. വർദ്ധിച്ചു വരുന്ന ഇടവകക്കാരുടെ എണ്ണം ഉൾക്കൊള്ളുന്നതിനെയാണ് 1971 പുതിയ ദേവാലയം സ്ഥാപിച്ചത്. പഴയ ദേവാലയം അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഈ ദേവാലയത്തിൽ 400 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതായി കരുതപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ ഒരു പെയിന്റിംഗ് ഇവിടെയുണ്ട്. സ്കൈ ബ്ലൂ നിറത്തിലാണ് ഇവിടെ യേശുവിനെ വരച്ചിരിക്കുന്നത്. ഈ കലാസൃഷ്ടിയെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. സമ്പന്നമായ ചരിത്രവും ആത്മീയ അന്തരീക്ഷവും സെൻറ് മേരീസ് ദേവാലയത്തെ ഭക്തരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റി.